തിയോഫിന് എന്തൊരു ആശ്വാസകരമായ വാർത്തയാണ്. ഉത്തരേന്ത്യയിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികൾ, നമ്മുടെ വിദ്യാർത്ഥികൾ യാതൊരു അപകടവും കൂടാതെ സുരക്ഷിതരായി തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് വിദ്യാർത്ഥികൾ എന്തൊക്കെ പറയുന്നു? കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ഉത്തരേന്ത്യയിലുള്ള സർവകലാശാലകളിൽ പഠിക്കാനായി പോയ വിദ്യാർത്ഥികളാണ് സുരക്ഷിതരായി ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുന്നത്. കാരണം ഈ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ വളരെ ഭയത്തോടു കൂടിയായിരുന്നു അവർ അവിടെ കഴിഞ്ഞിരുന്നത്. പല യൂണിവേഴ്സിറ്റികളിലും അവധി പ്രഖ്യാപിക്കുകയും പരീക്ഷകളൊക്കെ മാറ്റിവെക്കുകയും ചെയ്തു. ബ്ലാക്ക് ഔട്ടുകൾ കൂടി പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ വളരെ വേഗം നാട്ടിലേക്ക് എത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായത്. അങ്ങനെ പലയിടങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഈ ദില്ലിയിലേക്ക് എത്തുകയായിരുന്നു. ദില്ലിയിൽ കേരള ഹൗസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ കൂടി ഇടപെട്ടുകൊണ്ട് ഇവർക്ക് ദില്ലിയിൽ തങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു. കാരണം കേരളത്തിലേക്ക് മടങ്ങുന്നതിന് ട്രെയിനിൽ കൂടുതൽ സൗകര്യം ഒരുക്കാനും കൂടുതൽ ബോഗികൾ അതിൽ ഘടിപ്പിച്ചോ മറ്റോ വളരെ വേഗം തന്നെ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു നടപടി വേണം. അത്തരത്തിൽ അതിനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടെയുള്ളവർ, കെ രാധാകൃഷ്ണൻ MP ഒക്കെ ഉൾപ്പെടെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. റെയിൽവേയോട് ആവശ്യപ്പെട്ട് അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. കേരള ഹൗസിൽ സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. അതോടൊപ്പം തന്നെ CPIM-ഉം SFI-യും വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിന് വേണ്ടുള്ള ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനിടയിലാണ് കുറേശ്ശെ വിദ്യാർത്ഥികൾ, അതായത് ഓരോ ട്രെയിനിലായി വിദ്യാർത്ഥികൾ അയക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ചില വിദ്യാർത്ഥികൾക്ക് ട്രെയിനിൽ സീറ്റ് കിട്ടുമോ അല്ലെങ്കിൽ യാത്ര വൈകുമോ എന്ന സംശയത്തെ തുടർന്ന് നേരത്തെ കുറെ വിദ്യാർത്ഥികൾ വിമാനത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. അങ്ങനെ വിമാനത്തിലാണ് ഇന്നിപ്പോൾ ആശ്വാസകരമായ വാക്കുകളാണ് വിദ്യാർത്ഥികളിൽ നിന്ന് വരുന്നത്. ഭീതിജനകമായ അന്തരീക്ഷത്തിൽ നിന്ന് നാട്ടിലേക്ക് സുരക്ഷിതരായി മടങ്ങിയെത്തി എന്ന ആശ്വാസകരമായ വാർത്തയാണുള്ളത്. അവർ ആ വിധത്തിലാണ് പ്രതികരിക്കുന്നത്. ഞങ്ങൾ ജസ്റ്റ് നമ്മുടെ സേഫ്റ്റി നോക്കി നമ്മൾ പോകുന്നേ ഉള്ളൂ. ലോക്കാവുമ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടായി. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റി ഒക്കെ പെട്ടെന്ന് ക്ലോസ് ചെയ്തായിരുന്നു. ഞങ്ങൾ സുർജിത് ഭവനിലായിരുന്നു. പിന്നെ കേരള ഹൗസിൽ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു. ഞങ്ങൾ സുർജിത് ഭവനിലായിരുന്നു 2 ദിവസമായിട്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഫ്ലൈറ്റ് എടുത്ത് വന്നത്. പേടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടായിരുന്നു, കുറച്ച് ഡ്രോൺസ് ഒക്കെ കണ്ടിരുന്നു. അത് ബ്ലാക്ക് ഔട്ട് ആയിരുന്നു അന്ന്. അപ്പോൾ 2-3 ഡ്രോൺസ് മേലെ കൂടി പോകുന്നതും മേലെ തന്നെ വെടിയിട്ട് വീഴുന്നതും കണ്ടിരുന്നു. ജസ്റ്റ് എല്ലാവരും ഒന്ന് പാനിക്കായി. പക്ഷെ ഞങ്ങൾ അത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ ജസ്റ്റ് നമ്മുടെ സേഫ്റ്റി നോക്കി നമ്മൾ പോകുന്നേ ഉള്ളൂ. ലോക്കാവുമ്പോൾ ഞങ്ങൾക്ക് സംശയം ഉണ്ടായി. അപ്പോൾ പെട്ടെന്ന് ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു. തിയോഫിൻ തുടരുന്നുണ്ട്. തിയോഫിൻ, ആ വാക്കുകളിലുണ്ട് അവർ മുൻപിൽ കണ്ടത് എന്താണ് എന്ന്. ഡ്രോൺ മുകളിലൂടെ പോകുന്നത് കണ്ടു എന്ന് പറയുമ്പോൾ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ കടന്നുപോയി എന്നതാണ്. മലയാളി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത സാഹചര്യങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലെത്താൻ കഴിഞ്ഞു എന്ന ആശ്വാസകരമായ സംഗതി. ഈ സുരക്ഷിത യാത്രയൊരുക്കിയത് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവരുടെ നിർണായകമായ പങ്കുണ്ട്. അത് കൃത്യമായ ഇടപെടൽ ഉണ്ടായതുകൊണ്ട് വളരെ വേഗം വിദ്യാർത്ഥികളെ നാട്ടിലെത്തിക്കാൻ കഴിഞ്ഞുവെന്നാണല്ലോ. അതായത് ഈ പല സംസ്ഥാന, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലെ അതിർത്തി സംസ്ഥാനങ്ങളിലുള്ള ഈ യൂണിവേഴ്സിറ്റികളിൽ ഉൾപ്പെടെ വരുന്ന വിദ്യാർത്ഥികൾ ഇവരെല്ലാം ആദ്യം ഓടിയെത്തിയത് എത്രയും വേഗം അവർ ദില്ലിയിലേക്ക് എത്താനാണ് ശ്രമിച്ചത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ട്രെയിൻ മാർഗം ദില്ലിയിലേക്ക് എത്തി. ആ ദില്ലിയിലെത്തിയ വിദ്യാർത്ഥികൾക്ക് അവിടെ പ്രത്യേകിച്ച് കേരള ഹൗസിന്റെയും അതോടൊപ്പം തന്നെ CPIM-ന്റെ നേതൃത്വത്തിൽ സുർജിത് ഭവനിലാണ് ഇവർക്കൊക്കെ പലർക്കും താമസ സൗകര്യം ഒരുക്കിയിരുന്നത്. അങ്ങനെ ഡോർമെട്രികളും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം പല രീതിയിൽ ക്രമീകരിച്ചു. ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും SFI-യുടെ നേതാക്കളും അതിനുവേണ്ടി ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി കൊടുത്തിരുന്നു. അങ്ങനെ അവിടെ സുരക്ഷിതമായി ദില്ലിയിൽ തങ്ങുന്നതിനും അതോടൊപ്പം തന്നെ ഘട്ടം ഘട്ടമായി വിദ്യാർത്ഥികൾക്ക് നാട്ടിലേക്ക് എത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ, അത് തീവണ്ടിയിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് കൂടുതൽ ബോഗികൾ ആവശ്യമെങ്കിൽ അങ്ങനെ അത്തരം കാര്യങ്ങളെല്ലാം MP-മാരുടെ നേതൃത്വത്തിൽ, ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP-യുടെയും കെ രാധാകൃഷ്ണൻ MP-യുടെ ഒക്കെ നേതൃത്വത്തിൽ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ നടത്തിയിരുന്നു. അതിനുള്ള ശ്രമങ്ങളെല്ലാം അവർ നടത്തിക്കൊണ്ടിരുന്നു സമാന്തരമായി. അതോടൊപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന സർക്കാരിന്റെ കൂടി ഇടപെടലിൽ കേരള ഹൗസിൽ ഒരുക്കിയിരുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾ തീവണ്ടിയിൽ നാട്ടിലേക്ക് പോരുന്നവരുണ്ട് കുറെ പേർ. പക്ഷേ ഈ ട്രെയിനിൽ ഘട്ടം ഘട്ടമായി ഓരോ ട്രെയിനിലായി കുറച്ച്, അതായത് ഇന്നലെ വൈകിട്ട് ഒരു 54 വിദ്യാർത്ഥികൾക്ക് അവിടുന്ന് പോരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നും ഏതാനും വിദ്യാർത്ഥികൾ, 50ഓളം വിദ്യാർത്ഥികൾ ഇന്നും ട്രെയിനിൽ വരുന്നുണ്ട്. ചില വിദ്യാർത്ഥികൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് ഇന്നിപ്പോൾ ഇവിടെ എത്തിയതിൽ പല വിദ്യാർത്ഥികൾ 2ാം വർഷ വിദ്യാർത്ഥികളുണ്ട്. ചിലർ ആദ്യ വർഷം തന്നെ എത്തി 3 മാസം 6 മാസമൊക്കെ ആയി മാത്രം അവിടെ നിന്നവരുണ്ട്. അതായത് നാട്ടിലേക്ക് ആദ്യമായി വരുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിലായ ചില വിദ്യാർത്ഥികൾ പോലും അവിടെയുണ്ട്. തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ ജില്ലകളിൽ നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ഒരു 10ലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. കൂടുതൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത് ചണ്ഡീഗഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 9ഓളം വിദ്യാർത്ഥികളാണ്. പിന്നെ ICR കർണാൽ, അങ്ങനെ വിവിധ കോളേജുകളിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെയുള്ള വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു.
ഇവർ ഒരുപക്ഷെ ഇവർ കണ്ടിട്ടില്ലാത്തൊരു സാഹചര്യം അവിടെ കണ്ടതുകൊണ്ടാണ് വളരെ വേഗം നാട്ടിലെത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായത്. പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിലേക്ക് പോയാൽ ഉത്തരേന്ത്യയിൽ തന്നെ കുടുങ്ങി പോകുമെന്ന ഭയം കൊണ്ടാണ് വളരെ വേഗം നാട്ടിലെത്താനുള്ള ശ്രമങ്ങൾ ഇവർ നടത്തിയത്. അത് വളരെ വേഗം അത് നാട്ടിൽ സ്വന്തം മണ്ണിലേക്ക് എത്തി രക്ഷിതാക്കൾക്ക് മുന്നിലേക്ക് എത്തിയതിന്റെ ഒരു വലിയ ആശ്വാസം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുകയും ചെയ്തു. ശരി, ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഉത്തരേന്ത്യയിൽ കുടുങ്ങിയ മലയാളി വിദ്യാർത്ഥികളെ സുരക്ഷിതരായി നാട്ടിലെത്തിച്ചിരിക്കുന്നു. തിയോഫനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.